നമസ്കാരം. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്, ലൈഫിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ PMAVയിലേക്ക് ഉൾപ്പെടുത്തുന്ന സമയമാണിത്. ദിവസങ്ങൾ കുറവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സ്വന്തമായി ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ലൈഫിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക, എപ്പോഴാണ് അപേക്ഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ PMAVയ്ക്ക് എപ്പോഴാണ് അപേക്ഷിക്കാൻ കഴിയുക, ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ഉള്ള ഉത്തരമാണിത്. ഇപ്പോൾ ലൈഫിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ PMAVയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അവസാനം പറയാം. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനി നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. PMAVയും ലൈഫ് പദ്ധതിയും ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അത് രണ്ടും രണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല എന്ന് പറയാം. ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നാണ് എന്നും പറയാം. എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് ചുരുക്കി പറയാം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഭവനരഹിതരായ കുടുംബങ്ങൾക്കും കുടിലുകളിലും തകർന്ന വീടുകളിലും താമസിക്കുന്ന കുടുംബങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളോടെ ഒരു വീട്, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സാധ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വിഹിതവും ചേർത്താണ് വീടിനുള്ള തുക അനുവദിക്കുന്നത്. ഇനി ലൈഫ് പദ്ധതി എന്താണെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു ഭവന പദ്ധതികളെ സംയോജിപ്പിച്ച് ലൈഫ് മിഷന്റെ കീഴിൽ കൊണ്ടുവന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്ത ഭവനരഹിതർ, വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ താമസിക്കുന്നവർ, തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ പുറമ്പോക്കിലോ താൽക്കാലിക ഭവനമുള്ളവർ, ഭൂമിയുള്ള ഭവനരഹിതർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പക്കലുള്ള ഭവനരഹിതരുടെ വിവരങ്ങളും 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ലഭ്യമായ ഭവനരഹിതരുടെ പട്ടികയും അടിസ്ഥാനമാക്കി നടത്തുന്ന സർവേയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. ലക്ഷ്യങ്ങളൊക്കെ ഒന്നുതന്നെയാണ്. ഒരേ കാര്യത്തിന് വേണ്ടിയുള്ള രണ്ട് പദ്ധതികൾ. PMAY കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു, ലൈഫ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. ഇനി ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇപ്പോൾ കുറേ പേർക്ക് വീട് ലഭിച്ചിട്ടുണ്ട്. അത് 2018 അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ബ്ലോക്ക് ഓഫീസിൽ സമർപ്പിച്ച് പിന്നീട് VO അതാത് വീടുകളിലെത്തി ആവാസ് പ്ലസ് ആപ്പിലൂടെ സർവേ നടത്തി അതിലൂടെ പരിഗണിക്കപ്പെട്ടവർക്കാണ്. അങ്ങനെ PMAY എന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്നും വീട് പാസ്സായി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര വിഹിതവും ചേർത്ത് അത് അനുവദിക്കുന്നു. മുൻപൊരു വീഡിയോയിൽ ആവാസ് പ്ലസ് സർവേയെക്കുറിച്ച് പറഞ്ഞിരുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ സെൽഫ് സർവേ നടത്തി PMAYയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ കേരളത്തിൽ അതിന് കഴിയുന്നില്ല എന്ന്. അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വീടിന് 1,20,000 രൂപ മാത്രമാണ് അനുവദിക്കുന്നത്. ഇവിടെ 4 ലക്ഷം രൂപ അനുവദിക്കുന്നതുകൊണ്ട് VOമാർക്ക് മാത്രമാണ് സർവേ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് എന്നാണ് കിട്ടിയ മറുപടി. അപ്രകാരം ഇപ്പോൾ സർവേ നടക്കുന്നുണ്ട്. അതായത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ PMAYയിലേക്ക് ഉൾപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നുവെച്ചാൽ PMAYയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാതെ ലൈഫ് പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരിക്കുന്നവർക്ക് PMAYയുടെ വിഹിതം കിട്ടണമെങ്കിൽ PMAYയിലേക്ക് സർവേ ചെയ്യണം. അങ്ങനെ PMAYയുടെ 72,000 കൂടി വാങ്ങിച്ച് 4 ലക്ഷം രൂപ നൽകുന്നു. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. VO വീട് സന്ദർശിച്ച് സർവേ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇതിനുള്ള സമയം ഏപ്രിൽ 30 വരെയാണ്. അതുകൊണ്ട് ദിവസങ്ങളില്ല. എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ആരും പരിഗണിക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.